നമസ്കാരം. വീണ്ടും മണിപ്പിച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ വളരെ സന്തോഷം. ഇന്ന് ശനിയാഴ്ച, ഇന്നലെ ജംബോ റാലി, ഇന്ന് പറയും അതൊരു റിലീഫ് റാലി. ഇന്ന് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. നമ്മൾ സാറടുത്ത് ചോദിക്കാം. നിങ്ങളും ഒരുപാട് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യമൊക്കെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. മോർ ഓവർ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞതുപോലെ വാറൻ ബഫറ്റ് സ്റ്റൈലിൽ ഞാനും ഒരു കാര്യം ട്രൈ ചെയ്തു. അതൊരു വലിയ ഫെയിലിയർ ആയി വന്നിനി. അതിനെക്കുറിച്ച് സാറിന്റെ അടുത്ത് ഒരു കാര്യം ചോദിക്കണം. ആദ്യത്തെ ചോദ്യം, മാർക്കറ്റ് ഇന്നും 20% വീഴുമെന്ന് ബ്ലാക്ക് ക്ലോക്ക് കമ്പനിയുടെ മുതലാളി പറഞ്ഞിട്ടുണ്ട്. ഇന്നും 20% വീഴുന്നെങ്കിൽ അതിനെ കൂടെ നമുക്ക് സഹിക്കാൻ പറ്റൂല. നിങ്ങൾ സഹിക്കുമോ സഹിക്കില്ലേ എന്ന് ആര് വിഷമിക്കും? അമേരിക്കയിൽ കോടതി നിങ്ങൾ നമ്മൾ മേനിക്കാതെ ഇരിക്കുമല്ലേ സാർ? ഇത് കാരണം തന്നെ ഞാൻ ടിഫൻ കോഫി പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. ഇന്ന് 20% വീഴാൻ ചാൻസ് ഉണ്ടോ സാർ? മോർ ഓവർ 25% വീഴാൻ ചാൻസ് ഉണ്ട്. ഗോൾഡും അങ്ങനെ തന്നെയല്ലേ സാർ? 38% വീഴുമെന്ന് പറഞ്ഞു. നിങ്ങളൊക്കെ വളരെ ഷോർട്ട് ടേമിൽ നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. അയാൾ പറഞ്ഞത് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ തീർന്നതിന് ശേഷം, അതായത് 5 കൊല്ലത്തിന്റെ ശേഷം, 5 വർഷത്തിന്റെ അകം ഗോൾഡ് 5000 പോയിട്ട് അവിടെ നിന്ന് 38% വീഴുന്നെങ്കിൽ ഇതിന്റെ കാര്യം വേറെയാണ്. അതിന്റെ ശേഷം നമ്മൾ രൂപയിലാണ് ട്രേഡ് ചെയ്യുന്നത്. വന്നപ്പോൾ അത് 85, ഇപ്പൊ 86. ചൈന ആൾ ടൈം ലോയിൽ പോയിരിക്കുന്നു. നമ്മളും 92, 93 പോകും. സോ ഇനി 3 വർഷത്തിൽ 110 അടുത്ത് ഇരിക്കും. സോ നിങ്ങളെ ഡോളർ വേറെ, അയാളെ ഡോളർ വേറെ. എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫുള്ളാ ഡോളർ വാല്യൂഷൻ അറിയത്തില്ല, റുപ്പി ഡോളർ ഇക്വേഷനും അറിയത്തില്ല. അത് എങ്ങനെയാണ് ജിയോ പോളിറ്റിക്സിൽ കണക്ട് ആയിരിക്കുന്നതെന്നും നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് ഇതൊക്കെ പഠിക്കാൻ പറ്റത്തില്ല. സോ യു ഹാവ് ടു ഹാവ് എ ഫീൽ ഫോർ ഇറ്റ്. യു ക്യാൻ ഗോ ഇൻ ടു എ സ്പെറ്റക്കലി റോങ്. വലുതായിട്ട് തെറ്റ് ചെയ്യാം, വലുതായിട്ട് റൈറ്റായും പോകാം. ഒരു ദിവസം, 2 ദിവസം, 3 ദിവസം മൂവ്മെന്റിൽ ഐ കാൻ ഫീൽ അറ്റ് ഓൾ. ഇപ്പോൾ US മാർക്കറ്റിൽ വന്നിട്ട് ഒരു വലിയ ഹ്യൂജ് കറക്ഷൻ ഇരിക്കുന്നു. ഇവിടെ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നവർ ഈ ഫണ്ട്, ഈ മ്യൂച്വൽ ഫണ്ട് യൂസ് ചെയ്ത് അബ്രോഡിൽ S&P 500 പോലത്തെ കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാമോ? ഇപ്പോഴേ വന്നിട്ട് മ്യൂച്വൽ ഫണ്ട്സിന് ഒരുപാട് റെസ്ട്രിക്ഷൻ ഇരിക്കുന്നു ടു ബൈ ഫോറിൻ സ്റ്റോക്സ്. ഇത് കാരണം തന്നെ ഫോറിൻ ഫണ്ട് വീഴുന്ന സമയത്തിൽ ആഡ് ചെയ്യാൻ പറ്റാത്തത്. ഇവർ വന്നിട്ട് വളരെ ബുദ്ധിശാലിത്തനമായിട്ട് ചെയ്തുവെങ്കിൽ യു വിൽ ബി എ ഹെവി പ്രൈസ്. HDFCയും ICICIയും ഓഫർ ദ സർവീസ്. അതിൻ്റെ അടുത്ത് പോയെങ്കിൽ കോസ്റ്റ് വളരെ കൂടുതലായിട്ടിരിക്കും. You should know how to do the operations correctly. അതിന് നിങ്ങൾക്ക് സെർട്ടൻ സ്കിൽസ് വേണം. ഈ സമയത്തിൽ വലുതായിട്ട് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടാമെന്ന് ക്ലാരിഫിറ്റിംഗ് പറയുന്നു. ഞാനും തന്നെ പറഞ്ഞു ടിഫൻ കോഫി. ഇത്ര ദിവസം കൊണ്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സാർ, നിങ്ങൾ ഏത് സമയം നോക്കിയാൽ ഇത് മാത്രം തന്നെ സാർ പറയുന്നു? എപ്പോഴൊന്നും ഇല്ല. അവർ മുമ്പേ ഫീസ് വാങ്ങിക്കൊണ്ടിരുന്നു. ഓൾറെഡി S&P 500 52 വീക്ക് ലോയിൽ ഇരിക്കുന്നു. ഇന്ന് വേണമെങ്കിൽ ഇൻഡെക്സ് മുകളിൽ ഇരിക്കാം. നിങ്ങളെ സൊമാറ്റോ പോലത്തെ സ്റ്റോക്സ് എല്ലാം വെച്ച് ഈ സൊമാറ്റോ പോലത്തെ സ്റ്റോക്സിനൊക്കെ അയച്ചു വിട്ടെങ്കിൽ നിങ്ങളെ മാർക്കറ്റ് ആൽമോസ്റ്റ് 1500 പോയിന്റ് എബോവ് 52 വീക്ക് ലോ. സോ നിങ്ങളും ആ ലെവലിൽ തന്നെ ഇരിക്കും. പിന്നീട് കാര്യം എന്തെന്ന് വെച്ചാൽ, ഒരുപാട് പേർ പറയുന്ന കാര്യം എന്തെന്നാണ്, ടസ് ലിസ്റ്റ് താഴെ വീണു എന്ന്. ഇന്റർനാഷണൽ ലെവലിൽ എല്ലാ മാർക്കറ്റും വീഴുന്നിട്ടുണ്ട്. ടസ് ലിസ്റ്റ് വീണിട്ടുണ്ട്. എവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു എന്ന ഒരു കാര്യമുണ്ട്. കർണാടക ബാങ്ക് 35 രൂപയുടെ താഴെ പോയാൽ തന്നെ ഞാൻ വിഷമിക്കണം. ITC 154 രൂപയുടെ താഴെ പോയെങ്കിൽ വിഷമിക്കുന്നു. 400 രൂപയിൽ ഇരിക്കുമ്പോഴും കരയരുത്. ഇതിന് ഞാൻ ഇനിയൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, 10ൽ 4 ഇതുപോലെ ആകുമെന്നും പറയുന്നു. 35ന്റെ താഴെ പോകും, 154ന്റെ താഴെ പോകും എന്നത് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതിന്റെ ശേഷം പീക്കിലിരുന്ന് നോക്കിയിട്ട് അത് 40% പോയി 50% പോയി എന്ന് പറഞ്ഞാൽ സാലിമംഗർ പറഞ്ഞതുപോലെ തന്നെ വൊളറ്റാലിറ്റിയെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ മാർക്കറ്റ് സൈഡ് വരാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ലൈഫ് ടൈമിൽ 2 അല്ലെങ്കിൽ 3 വട്ടം എൻറ്റിയർ പോർട്ട്ഫോളിയോവേ 50% ലോ ആയിരിക്കും. നോട്ട് സിംഗിൾ സ്റ്റോക്ക്. യു ഷുഡ് സീ യുവർ എൻറ്റിയർ പോർട്ട്ഫോളിയോ ഇൻ 50% ഡൗൺ പാർട്ട്. എല്ലാ ദിവസവും കാലത്തെ എണിച്ച് നിന്റെ വാല്യൂ എന്തെന്ന് നീ നോക്കാൻ പോയാൽ നിങ്ങൾ മാർക്കറ്റിൽ ഇരിക്കാൻ കൊള്ളത്തില്ല. വർഷത്തിൽ ഒരു ദിവസം നോക്കിയാൽ മതി. 60 രൂപയ്ക്ക് ഒരു ഷെയർ വാങ്ങി അത് 900 രൂപയ്ക്ക് പോയി 600 രൂപയ്ക്ക് വന്നു. അതിന് വിതാലും ഞങ്ങൾക്ക് 60 രൂപയിൽ ഇരുന്ന് 600 10 മടങ്ങാണ് ലാഭം. ഞങ്ങൾ അത് നോക്കത്തില്ല. 300 രൂപ ലോസ് ആയെന്നാണ് സാർ അടുത്ത് വന്ന് പറയും. ഞാൻ പറയുന്നു എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ്. റിക്കവർ ആകാത്ത സ്റ്റോക്ക് ഒരുപാടുണ്ട്, ഇഷ്ടംപോലെ വെച്ചിട്ടുണ്ട്. റിക്കവറായ സ്റ്റോക്കിനെ കുറിച്ച് ഒന്ന് പറയാം. സദേൺ അയൺ സ്റ്റീൽ എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു. ഡിസ്കോൺ പോലെ വരും. പ്രൊമോട്ടർ ആരെന്ന് പറഞ്ഞാൽ ലക്ഷ്മി മിഷൻ വർക്സ്. LMW കോയമ്പത്തൂർ. സിസ്കോ എന്ന് പറയുന്ന ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ആ കമ്പനി ഭയങ്കര ലോസ് ആയി. സേലത്തിൻ്റെ അടുത്താണ്. ആ കമ്പനിയെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ നല്ല താഴെ കിടന്ന സമയത്തിൽ JSW വാങ്ങി. അതിൻ്റെ ശേഷം JSW സ്റ്റോക്ക് ചേഞ്ച് ചെയ്ത് തന്നു. ദാദാ ഫാർമസ്യൂട്ടിക്കൽസ് എന്ന് പറയുന്ന ഒരു കമ്പനി.
അതുപോലത്തെ ഒരു കമ്പനി നിങ്ങൾക്ക് ഉണ്ടെന്ന് പോലെ അറിയത്തില്ല. അതിനെ സൺഫാർമ വാങ്ങി അതിനെ എനിക്ക് സൺഫാർമ ഷെയറായി തന്നു. അതിൻ്റെ ബോണസ് കിട്ടി. അത് ഒരുപാട് ഷെയറായി മാറി. അതിൻ്റെ ശേഷം സൺഫാർമ അതിനെ പിരിച്ച് എൻ്റെ അടുത്ത് സൺഫാർമ അപ്ലൈഡ് റിസർച്ച് കൂടെ എൻ്റെ അടുത്ത് ഇരിക്കുന്നു. ഞാനിത് എന്തുകൊണ്ട് പറയാൻ വരുന്നു വെച്ചാൽ യു ലുക്ക് അറ്റ് തിങ്സ് വിത്ത് ആസ്പെക്ട് ഓഫ് എറ്റർണിറ്റി ആൻഡ് ബിക്കം പാർട്ട് ഓഫ് എറ്റർണിറ്റി. എന്നും രാവിലെ എണീച്ച് ഇന്ന് എന്തായി, ഇന്നും ടാറ്റയുടെ ഓണർ പോയി, പക്ഷെ ടാറ്റ കമ്പനി ഇരിക്കുന്നല്ലോ, എല്ലാം വരും. ഓക്കെ സാർ. വാറൻ ബഫറ്റ് വന്നിട്ട് ജപ്പാനിൽ പോയി കടൻ വാങ്ങി ന്യൂസ് വന്നല്ലേ സാർ, അത് എന്ത് സാർ? യെസ്, അത് പറയൂ സാർ. അതിന് നോക്കി നീ കോപ്പി അടിച്ചോ? അതെ സാർ, അതിനെ കുറിച്ച് പറയൂ സാർ. അത് ഞാൻ കറക്റ്റായി തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവും, ജനങ്ങളും അതിനെ കുറിച്ച് കറക്റ്റായിട്ട് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് അറിയാം സാർ. ഷോർട്ടാ പറഞ്ഞാലും മതി സാർ. വാറൻ ബഫറ്റ് വന്നിട്ട് 230 ഏതോ ഇരിക്കുമ്പോൾ പോയായിരുന്നു. ഇന്ന് കൂടെ അയാൾ കടൻ വാങ്ങിയിട്ടുണ്ട്. 0% ഒരു കടനും 0.1 to 100 രൂപയ്ക്ക് 12% വട്ടി ഫോർ ഇയർ, നോട്ട് എ മന്ത്. പെർ ഇയറിന് 0 and 0.12 20 വർഷത്തിന് കടനും വാങ്ങി ആ കാശിനെ എടുത്ത് ജാപ്പനീസ് സ്റ്റോക്ക് മാർക്കറ്റിൽ 1.5 കൊല്ലത്തിന് മുമ്പ് 5 വലിയ ട്രേഡിംഗ് ഹൗസിനെ വാങ്ങി. അത് വാങ്ങിയ സമയത്തിൽ അതിന് ഡിവിഡൻഡ് ഈൽഡ് 5%. ഓക്കെ സാർ, ഡൺ. ഞാൻ കറക്റ്റായിട്ട് തന്നെ എന്തോ ട്രൈ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഡിവിഡൻഡ് ഈൽഡ് 5%. ഇതൊക്കെ ഈ പെന്നിൽ ഇതിന് കാർ വേറെ ചെയ്യുന്ന കമ്പനീസാ. ഈ 5% ഡിവിഡൻഡ് ഈൽഡ് 5%. ഞാൻ കടനിന്ന് 0.25 ഞാൻ സ്റ്റോക്കിനെ വാങ്ങി പറഞ്ഞ ഡിവിഡൻഡിൽ ഞാൻ കടനെ അടയ്ക്കും. ഓക്കെ സാർ, എൻ്റെ റിലേഷൻഷിപ്പ് മാനേജർ എനിക്ക് ഫോൺ വിളിച്ചായിരുന്നു. സാർ, ഒരു ബോണ്ട് ഇരിക്കുന്നു, അതിന്റെ 12% റിട്ടേൺസ് ഇരിക്കുന്നു പറഞ്ഞു. സൈമൾട്ടേനിയസ് ആയി ഒരുപാട് കാൾ വരുന്ന സമയത്തിൽ കസ്റ്റമർ കെയറിൽ നിന്ന് ഒരുത്തൻ വിളിച്ചിരുന്നു, നിങ്ങൾക്ക് പേഴ്സണൽ ലോൺ 10.5% ഇരിക്കുന്നു എന്ന്. 10.5% പേഴ്സണൽ ലോൺ വാങ്ങി 12% ബോണ്ടിലിട്ട ഡിഎസ് ഒക്കെ പോയി അതിനെ ക്ലെയിം ചെയ്ത് എടുത്താൽ അറ്റ്ലീസ്റ്റ് എനിക്ക് 1% ഇരിക്കും. അങ്ങനെ ഒരു തോട്ടിൽ ബാങ്ക്സ്, NBFC എല്ലാത്തിലും വിളിച്ച് സംസാരിച്ചായിരുന്നു. വിളിച്ച് സംസാരിച്ചതിന്റെ ശേഷം തന്നെ അറിയാൻ പറ്റുന്നു ഒരുപാട് ഫ്രോഡ് അവിടെ നടക്കുന്നു എന്ന്. അത് എന്തിനെന്ന് ഞാൻ പറയാം സാർ, അതിന് റെക്കോർഡിങ്ങോടെ ഞാൻ വെച്ചിട്ടുണ്ട്, അതിന് ഞാൻ സാറിന് ഇട്ട് കാണിക്കാം. ഈ സ്ട്രാറ്റജി കറക്റ്റാ. 10% ലോൺ വാങ്ങി 10% ആരും തരാൻ പോകുന്നില്ല. ഇങ്ങനെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് ഒരുപാടുണ്ട്. അവൻ എന്ത് പറയുന്നു വെച്ചാൽ സിമ്പിൾ ഇൻട്രസ്റ്റിൽ ഒരു 10% വയ്ക്കും, പിന്നെ അതിനെ മന്ത്ലി വാങ്ങും. സോ അതിന്റെ ആക്ച്വൽ റേറ്റ് മച്ച് ഹയർ ആയിരിക്കും. സിമ്പിളായിട്ട് പറഞ്ഞാൽ 100 രൂപയ്ക്ക് 10% ഇൻട്രസ്റ്റ് വെച്ചാൽ 110 രൂപ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. നീയും ഹാപ്പി ആയിരിക്കും. 110 ഡിവൈഡ് ബൈ 12 എന്നിട്ടാൽ ഒവ്വൊരു മാസവും 12 രൂപ 11 രൂപ അവരെടുക്കും. നിനക്ക് എന്ത് മനസ്സിലാകത്തില്ലെന്ന് വെച്ചാൽ നീ ഒവ്വൊരു പ്രാവശ്യം 11 രൂപ കെട്ടുന്ന സമയത്തിൽ 100 രൂപയ്ക്ക് വട്ടി കെട്ടി നിന്റെ ആക്ച്വൽ കടൻ വന്നിട്ട് 88 രൂപ തന്നെ ഇരിക്കും. സോ നിന്റെ കടന്റെ പ്രിൻസിപ്പൽ എമൗണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കും. അതെ, ഇൻട്രസ്റ്റ് വന്നിട്ട് നീ 100 രൂപയ്ക്ക് കെട്ടും, പക്ഷെ പ്രിൻസിപ്പൽ കുറയും. സോ യു ഷുഡ് പേ ഇൻട്രസ്റ്റ് ഓൺ ഡിമിനിഷിംഗ് ബാലൻസ്. സോ യു ആർ പേയിങ് എ ഫ്ലാറ്റ് ഇൻട്രസ്റ്റ് റേറ്റ്. or you are not paying 10%, you are land up paying 17-18%. ഓക്കെ സാർ, അതിലെ ഡിമിനിഷിംഗ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇരിക്കുന്നു എന്ന് അയാൾ പറഞ്ഞു. അപ്പോൾ അതിനെ 14-15 ആക്കും. അതേ നിങ്ങൾക്ക് 18% സാർ. അതന്നെ. നിങ്ങൾ ഡിമിനിഷിംഗ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ വാങ്ങിയെങ്കിൽ നിങ്ങൾ ഫ്ലാറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുന്ന സമയത്തിൽ 10.9% തന്നെ വരും. ഓക്കെ, അങ്ങനെ തന്നെ വരുമാ സാർ? ആദ്യത്തെ മാസം 100 രൂപ, 10 രൂപ 90 പൈസ, റൈറ്റാ. നീ ആദ്യത്തെ മാസം ഈ 12 രൂപ കിട്ടും, 88 രൂപ. 10 രൂപയ്ക്ക് എന്താ ഇൻട്രസ്റ്റ്? So you will keep on paying more interest as your principal comes down. മൊത്തവും ചേർക്കുമ്പോൾ 18% വരും. സാർ, അവർ സ്റ്റാർട്ടിങ് 18% തന്നെ സാർ പറയുന്നു. എന്ത് നടന്നെന്ന് വെച്ചാൽ ഓക്കെ, ഇത് നല്ല ഐഡിയ ആയിരിക്കുന്നു, 10% വാങ്ങി 12% റിട്ടേൺ എടുക്കാമെന്ന് ഞാനും വിളിച്ച് ഇതിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. ഇതിനെക്കുറിച്ച് ഒരുപാട് ഫോൺ കോളും എനിക്ക് വന്നുകൊണ്ടിരുന്നു. ഒരാൾ എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ അയാൾ 14% സ്റ്റാർട്ട് ചെയ്തു, പിന്നെ പറഞ്ഞു 11.5% ചെയ്തു തരാന്ന് പറഞ്ഞു. ഈ ഫോൺ കോളിൽ തന്നെ കൺഫേം ചെയ്യാൻ പറഞ്ഞപ്പോൾ എന്റെ നാഷണൽ ഹെഡിന്റെ അടുത്ത് സംസാരിച്ചിട്ട് വരാന്ന് പറഞ്ഞു. ഒരു കോൺ കോൾ കണക്ട് ചെയ്തായിരുന്നു, അത് ഒരു ഹിന്ദിക്കാരരാ. എനിക്ക് എന്തെന്ന് വെച്ചാൽ ഇയാൾ നാഷണൽ ഹെഡ് എന്ന് പറഞ്ഞു, ഇത് കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ്. എന്താ ഈ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് പെട്ടെന്ന് നാഷണൽ ഹെഡിന്റെ അടുത്ത് സംസാരിച്ചിട്ട് പറയുന്നു. എനിക്കിതിൽ സംശയം വന്ന കാരണം ഞാൻ ഫോണിനെ കട്ട് ചെയ്തു. പിന്നെ തമിഴ്കാരൻ ഒരാൾ സംസാരിച്ചായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിന് ഇത് 11.5% ഫുൾ ഹെഡിന്റെ അടുത്ത് സംസാരിക്കുക പറയുന്നു. സർ, പോയ ആഴ്ചയിൽ 38 ലക്ഷം രൂപയ്ക്ക് ഒരാൾ കടൻ വാങ്ങി. അവർക്ക് ഞങ്ങൾ 14% താഴെ വട്ടി കൊടുത്തതില്ല. കമ്പനിയിൽ 13% താഴെ വട്ടിയെ കൊടുത്തതില്ല. 10% ചെയ്തു തരാന്ന് പറഞ്ഞു. സാർ, അല്ലെ എന്തിനാ ഇത്? ഒരേ കമ്പനിയും ഫോൺ വിളിക്കുന്നു, ഒരാളും ഒവ്വൊരു വിധമായിട്ട് നമ്പർ പറയുന്നു. ഏതാ വിശ്വസിച്ച് ഞാൻ നിങ്ങളടുത്ത് കടൻ വാങ്ങും? ബട്ട് ഇങ്ങനെ ജനങ്ങൾ പോകുമെന്ന് വെച്ചാൽ എന്തിരുന്നേ നോക്കത്തില്ല. അവർക്ക് പെട്ടെന്ന്
കടൻ വേണം. എക്സാക്ട്ലി ആ സിറ്റുവേഷന് ഇവർ യൂസ് ചെയ്യുന്നു. ഞാൻ ഒരുപാട് ചോദ്യം ചോദിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അയാൾ ടെൻഷൻ ആയിക്കൊണ്ട് എന്നെ ശണ്ട പിടിക്കാൻ തുടങ്ങി. എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവൻ നീട്ടുന്ന സമയത്ത് നീ കയ്യെഴുത്തിട്ട് കൊടുക്കണം. ആദ്യം നിന്റെ പാൻ കാർഡിനെ കൊടുക്കണം. നിന്റെ പാൻ കാർഡിനെ കൊണ്ട് നീ എലിജിബിളാ ഇല്ലയെന്ന് നോക്കും. നീ എലിജിബിൾ കടനെ വാങ്ങിയില്ല എന്ന് വെച്ചാൽ